ഇന്നൊരു ഫ്രീ ഡേ കിട്ടിയപ്പം നമ്മൾ ഒരു ഫോറസ്റ്റ് വാക്കിന് ഇറങ്ങിയതാണ്. ഫിൻലാൻഡിൽ ഇതുപോലെയുള്ള നാഷണൽ പാർക്കുകൾ, അതായത് ഫോറസ്റ്റുകൾ ഒത്തിരി ഉണ്ട്. നമുക്കവിടെ ഫ്രീ ആയിട്ട് പോയി ഗ്രില്ല് ചെയ്യാനും അതുപോലെ തന്നെ നടക്കാൻ പോകാനും ഒക്കെ സൗകര്യമുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് ഓഫ് ഡേ ആയതുകൊണ്ട് പിള്ളേരും ഇല്ലാത്തതുകൊണ്ടെന്നാൽ പിന്നെ രാവിലെ കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ തന്നെയാണ് ഞങ്ങൾ, ഇതിൻ്റെ അടുത്തുള്ള ഫോറസ്റ്റിലാണ് ഞങ്ങൾ ഹണ്ടിങ്ങിനും വരുന്നത്. അപ്പം എനിക്ക് പരിചയമുള്ള ഫോറസ്റ്റാണ്. ഇന്നലെയൊക്കെ നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. ഈ തണുപ്പത്ത് വീട്ടിലിരുന്ന ചുമ്മാ സോഫയിൽ നമ്മൾ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോഴാണ് ഞാൻ ഓർത്തൊക്കെ എന്നാൽ ഒന്ന് നടക്കാം. പിന്നെ ആരോട് പറഞ്ഞ പോലെ നമ്മുടെ സന്തോഷങ്ങൾ വേറെ ആരും തരത്തില്ല, നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പം ഇങ്ങനെ ഫോറസ്റ്റ് വാക്കിന് പോവുക, അവിടെ പോയി നേച്ചർ എക്സ്പ്ലോർ ചെയ്യുക. പ്രത്യേകിച്ചും ഞാൻ ഈ ഹണ്ടിങ് ഒക്കെ ഇഷ്ടപ്പെടുകയും ഫോറസ്റ്റിലൂടെയൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് എനിക്കത് ഇഷ്ടമാട്ടെ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം നിർബന്ധമില്ല. ചിലർ ചിലപ്പം ഷോപ്പിംഗ് മാളുകളിൽ കൂടെയൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഫോറസ്റ്റ് കൂടെ പോവുക, ഹണ്ടിങ്ങിന്. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കാണാം എവിടെയായിരിക്കും കൂടുതലും മൃഗങ്ങളൊക്കെ ഉള്ളതെന്ന്. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്യാമറയൊക്കെ വെച്ചിരിക്കുന്നത് നമ്മൾ നോക്കും. നിങ്ങൾക്ക് ഇതിട്ട് കൊടുക്കുന്ന സ്ഥലം ഇവിടെയാണ് നമ്മൾ ഫോറസ്റ്റിൽ നടക്കാൻ പോണേ. ഇത് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ നടക്കാൻ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ അത്രയൊന്നും പോണില്ല. ഒരു ചെറിയ നടപ്പ്, ഒരു 5 കിലോമീറ്റർ, -10ഒക്കെയാണ്. ഒരു ബാക്ക് പാക്കിൽ കുറച്ച് കട്ടൻ കാപ്പിയും കുറച്ച് ബ്രെഡും ഒക്കെ എടുത്തിട്ടുണ്ട്. വീട്ടിൽ നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. പ്രത്യേകിച്ചും പിള്ളേരൊക്കെ സ്കൂളിൽ പോയി ഷീനിയൻ ഡ്യൂട്ടിക്കൊക്കെ പോയി കഴിയുമ്പോൾ. ഫിൻലാൻഡിൽ ഇതുപോലുള്ള ഒത്തിരി നാഷണൽ പാർക്കുകളുണ്ട്. നമുക്കിവിടെ കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻസ് ഉണ്ട്, ഏത് വഴിയാണ് നമ്മൾ നടക്കാൻ പോകേണ്ടതെന്നാണ്. ലോസ്റ്റ് ആകാതെ നോക്കണം. പ്രത്യേകിച്ച് മഞ്ഞുകാലമാണ്. ആവശ്യത്തിനുള്ള തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിരിക്കണം. നല്ല വിൻ്റർ ജാക്കറ്റ്, വിൻ്റർ ബൂട്ടുകളൊക്കെ ഉണ്ടായിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് പരിചയമുള്ള കാലാണ്. നമ്മളിവിടെയൊക്കെയാണ് ഹണ്ടിങ്ങിന് പോണേ. നമുക്കറിയാം, നാഷണൽ പാർക്കിലല്ല ഉദ്ദേശിച്ചോട്ടെ, ഇതിനോട് ചേർന്ന് നടക്കുന്ന ഫോറസ്റ്റിൽ പോകുന്നതുകൊണ്ട് എനിക്കിവിടെ അറിയാം. ഇന്നലെ നന്നായിട്ട് സ്നോഫോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം സ്നോയിൽ ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ ട്രയലുകളുണ്ട്, ആൾക്കാർ നടന്നൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നോക്കിയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓരോ 100 മീറ്റർ കഴിയുമ്പോഴും ഡയറക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് തിരിച്ച് നമ്മുടെ പാർക്കിംഗ് ഡെസ്റ്റിനേഷൻ എത്താൻ. പിന്നെ ഞാൻ സമ്മറിൽ ഇത് പോയിട്ടുള്ളത് കൊണ്ട് കറക്റ്റായിട്ട് അറിയാം. നല്ല രസമാണ് ഈ പിള്ളേരെയും കൊണ്ടൊക്കെ നടക്കാൻ വരുവാണെങ്കിലും നന്നായിട്ട് ഡ്രസ്സൊക്കെ ധരിപ്പിച്ചിട്ട് വരുവാണെങ്കിൽ നല്ല രസമാണ് ഇതിൽ നടക്കാൻ പോകാൻ. ഇന്നലത്തെ സ്നോഫോള് കാരണമാണ് ഇതുപോലെ ഇത്രയും മനോഹരം. അതല്ലെങ്കിൽ ഇത്രയും രസമുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇന്ന് പിന്നെ വെയിലും ഉണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് പണ്ട് ഈ സിനിമയിലെ അല്ലെങ്കിൽ എന്താണ് ഈ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഒക്കെ സ്ക്രീനിൽ കണ്ടിരിക്കുന്ന പോലെ അത്ര മനോഹരമായിട്ട് തോന്നുന്നു. തണുപ്പുണ്ട് കേട്ടോ. -8 -10ഒക്കെയാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള മരത്തിൻ്റെ കീഴകളിലായിരിക്കും നമ്മുടെ മാൻ വർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ നല്ല വിൻ്റർ വരുമ്പം സ്റ്റേ ചെയ്യുന്നതും. അതുങ്ങളുടെ കൂടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഇതിൻ്റെ കീഴെ അത്ര സ്നോ പെയ്യാറില്ല. ഉണ്ട് എങ്കിൽ പോലും ഇതുങ്ങൾ ഇവിടെയായിരിക്കും കൂട് കൂട്ടുന്നത്. ഇതുപോലെ കുഞ്ഞ് ട്രയലിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ചിലയിടത്ത് കുഞ്ഞു തോടുകളുണ്ട്, പക്ഷെ അതെല്ലാം ഫ്രോസൺ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ പാലമുണ്ട്. പിന്നെ ഇങ്ങനെ ഇതിനകത്തോടെ ഇങ്ങനെ നടക്കുന്നത്. നല്ല മഞ്ഞിങ്ങനെ മെത്ത പോലെ വിരിച്ചിട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്ന് പിള്ളേർക്ക് സ്കൂളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വീക്കെൻഡ് ജോലി ഇല്ലെങ്കിൽ പിള്ളേരെയും ഞാൻ കൂട്ടിക്കൊണ്ട് വരും. അവർക്ക് എന്തെങ്കിലും സ്നാക്സ് കൂടെ കയ്യിൽ കരുതിയാൽ മതി. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ എന്തെങ്കിലും അവർക്കൊരു സ്നാക്സ് കിട്ടും. പിന്നെ ഇത് ഫോറസ്റ്റിനുള്ളിൽ ഇതുപോലെയുള്ള ഡയറക്ഷൻസ് ഉണ്ടാകും. നമുക്ക് ഏത് ഡയറക്ഷനാണ് പോകേണ്ടത്, എത്ര കിലോമീറ്റർ ഉണ്ട്, ഈ ഡയറക്ഷനിൽ പോയാൽ എങ്ങോട്ടാണ് ചെല്ലേണ്ടതെന്നൊക്കെ. അപ്പം ഞാൻ ഈ ഡയറക്ഷനാണ് എടുക്കുന്നത്, 4 കിലോമീറ്റർ. ഇതൊരു വേറൊരു സ്ഥലത്തേക്കുള്ള വഴി. ഓരോ സ്ഥലത്തും ചെന്ന് കഴിയുമ്പോൾ അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഔട്ട്ഫിറ്റ്. തണുക്കുന്നൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം 2 ലെയർ ഉടുപ്പുണ്ട്. ഒരു ടീഷർട്ട്, പിന്നെ അതിൻ്റെ പുറമെ ഒരു ഹുഡീസ്, പിന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു വിൻ്റർ ജാക്കറ്റ്. -10 പറ്റുന്നതാണ്. ഒൺലി തിങ്, ഞാൻ ഈ ഷൂട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കൈ ഗ്ലൗസ് ഊരി പിടിച്ചിരിക്കുന്നതുകൊണ്ട് തണുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നല്ലൊരു ഫീല്. സണ്ണി ഡേ നന്നായിട്ട്. ഇപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഇവർ ഡയറക്ഷൻ വെച്ചിട്ടുണ്ട്. കട്ട ഫോറസ്റ്റാണ്, പക്ഷേ എല്ലായിടത്തും ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പേടിക്കാതെ നടക്കാം. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ നടന്നു. പക്ഷേ ഇപ്പോഴും അത്ര തണുക്കുന്നൊന്നുമില്ല. ഫോറസ്റ്റ് കൂടെ നടക്കുമ്പം
ഈ 1.5 കിലോമീറ്റർ നടക്കണ ഏകദേശം 10 മിനിറ്റ് കൂടുതലെടുക്കും. കാരണം നമ്മൾ അത്ര ഈസി ട്രയൽ അല്ലല്ലോ. നല്ല സണ്ണി ഡേ ആണ് ഇതല്ലേ, നല്ല നല്ല തണുപ്പുണ്ട്, പക്ഷേ രസമാണ് നടക്കുമ്പോൾ. ഈ ഫോറസ്റ്റിനകത്ത് പല സ്ഥലങ്ങളിലും ഇത് കണ്ടോ, നമ്മുടെ നാട്ടിൽ ഈ പ്രാണികൾക്കും പക്ഷികൾക്കും ഒക്കെ വേണ്ടി ഇവരിവിടെ ഒരു കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാണോ. അതായത് ഈ കുഞ്ഞു പ്രാണികളും പക്ഷികളും ഒക്കെ, പക്ഷിയില്ല കേട്ടോ, പ്രാണികളിലൊക്കെ വംശനാശം വന്നു പോകാതിരിക്കാനായിട്ട് അതുങ്ങൾക്ക് വിൻ്ററിന് വേണ്ടി കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഏകദേശം ഒരു 4 കിലോമീറ്റർ നടന്നു. സാധാരണ വഴി കൂടെ നടക്കുന്ന ഒരു 5-6 കിലോമീറ്റർ നടക്കുന്ന എഫക്റ്റാണ് ഒരു 4 കിലോമീറ്റർ ഈ കുന്നും മലയും താണ്ടിയുള്ള നടപ്പ്. പക്ഷെ രസമാണ്. ഇങ്ങനെ ഇവിടെ നടന്നു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഗ്രില്ല് ചെയ്യാനോ ഇച്ചിരി കോഫിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോറസ്റ്റിനുള്ളിൽ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്കവിടെ വിറകുണ്ടായിരിക്കും, ഒരു ഗ്രില്ല് പ്ലേസ് ഉണ്ടായിരിക്കും, നമുക്കവിടെ ഗ്രില്ല് ചെയ്യാം. സോ എൻ്റെ ബാക്ക് പാക്കിൽ കുറച്ച് ബ്രെഡും ഇച്ചിരി കട്ടൻ കാപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബ്രെഡൊക്കെ ഒന്ന് ചൂടാക്കി സോസേജൊക്കെ ഉണ്ട് ഗ്രില്ല് ചെയ്തായിരിക്കാം. ഇങ്ങനെ ഇതുപോലെ എല്ലാ നാഷണൽ പാർക്കുകളിലും ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. തീപ്പെട്ടി ഉണ്ടായിരിക്കും, വിറകുണ്ടായിരിക്കും. സോ തീ നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഇതാണ് ഫയർ പ്ലേസ്. അപ്പം നമ്മൾ തന്നെ വന്ന് നമ്മൾ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ട് പോകണം. ഇവിടെ വന്ന് ഇവിടെ ഫയർ ഉണ്ടാക്കാം. അതിനുള്ള ഇൻസ്ട്രക്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിറകെടുത്തുകൊണ്ട് വന്നിട്ട് ആദ്യം ഫയർ ഉണ്ടാക്കാം. നമ്മുടെ ബാഗിനകത്ത് കുറച്ച് ബ്രെഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ചീസ്, പിന്നെ ഇച്ചിരി കട്ടൻ കാപ്പി എടുത്തിട്ടുണ്ട്. നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ, നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. കുറച്ച് ബ്രെഡും ഉണ്ട്. അപ്പം നമുക്കിതിനെ ഒന്ന് ചൂടാക്കി ആദ്യം നമുക്കിതിനകത്തൊരു ഫയർ ഇടാം. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഹട്ടുണ്ട്. അതിനകത്തിതാ ആവശ്യത്തിനുള്ള വിറക് നമ്മൾ തന്നെ എടുത്ത് ചെറിയ പീസുകളാക്കി നമുക്ക് ഗ്രില്ലിൽ പോയി ഗ്രില്ല് ചെയ്യാം. അപ്പം ഇതിനെ ഒന്ന് ചെറുതാക്കാം. നല്ലൊരു തണുപ്പ് കഴിഞ്ഞ് വരുമ്പം ഇതുപോലെ നല്ല ചൂട് ബ്രെഡ് സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി, പിന്നെ കുറച്ച് കട്ടൻ കാപ്പിയും, ഈ ചൂട് കൊണ്ടിങ്ങനെ ഇരിക്കാനും. നമ്മൾ ഈ ഹണ്ടിങ്ങിന് പോകുമ്പം ഈ ഫോറസ്റ്റിൽ ഇതുപോലുള്ള ഹട്ടിലൊക്കെ നമ്മൾ ഓരോ 2-3 മണിക്കൂർ കഴിയുമ്പം പോയി ഇരുന്നൊന്ന് ചൂടാകില്ല, അങ്ങനെ നമ്മൾ തണുത്ത് മരച്ചു പോകും. കാരണം ഈ -15 -20 ഒക്കെ ഉള്ള സമയത്താണ്. ഫിൻലാൻഡിൽ കിട്ടുന്ന ഒരു സൈസ് ബ്രെഡാണ്. ഇച്ചിരി ഹാർഡാണ്, പക്ഷേ എനിക്കിഷ്ടമാണ്. റൂയിസ് ലൈപ്പ എന്ന് പറയും. ഫിൻലാൻഡിൽ പലരും എന്നോട് ചോദിക്കും എന്താണ് ജോലി. ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ഇന്ത്യയിലായിരുന്നപ്പോഴും ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിക്ക് പകരം സൈക്കാട്രിയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിലാണ്. എൻ്റെ ഈ ഹണ്ടിങ് വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പം കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, ചേട്ടൻ അവിടെ ഹണ്ടിങ് ഒരു ജോലിയാണ്. ഹണ്ടിങ് ഇവിടെ ഒരു ജോലിയല്ല, ഒരു ഫുൾ സീസൺ ജോബും അല്ല. അങ്ങനെ ജോബിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹണ്ടിങ് ഫിൻലാൻഡിൽ അലൗഡ് ആയിരിക്കുന്നത് ഒക്ടോബർ മാസം തൊട്ട് ഫെബ്രുവരി മാസം വരെ ഉള്ളൂ. കൂടുതലായിട്ടും നമ്മളിവിടെ ഹണ്ട് ചെയ്യുന്നത് മ്ലാവ്, ഇവിടെ മൂസെന്ന് പറയും. അതുകൂടാതെ തന്നെ പിന്നെ മാന്, പല ടൈപ്പിലുള്ള മാനുകളുണ്ട്, കലമാന്, പേടമാനൊക്കെ. ഈ മാനുകളെയാണ് നമ്മൾ ഹണ്ട് ചെയ്യുന്നത്. ഇവിടെ കാട്ടുപന്നിയൊക്കെ ഉണ്ട്. കാട്ടുപന്നീനെ നമുക്ക് ഓൾ ഇയർ അറൗണ്ട് ഹണ്ട് ചെയ്യാം, പക്ഷെ അത് വളരെ റെയറായിട്ടുള്ളൂ. ഞാനതിന് പോകാറുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ഏരിയയിൽ വളരെ റെയറാണ്. കണ്ടമാനം സമയം നമുക്ക് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് പോകാനും സമയമില്ല. നമ്മുടെ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് നേഴ്സിംഗ് ജോബ്, പിന്നെ 2 പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം, അവരുടെ ഹോബീസ്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള സമയങ്ങളിൽ മാത്രമേ നമ്മൾ ഹണ്ടിങ്ങിന് പോകാറുള്ളൂ. പിന്നെ ഹണ്ടിങ്
ഒരു എക്സ്പെൻസീവ് ഹോബിയും കൂടെയാണ്. നമ്മൾ ഈ ഹണ്ടിങ്ങിൻ്റെ ഗാഡ്ജറ്റ്സ് ഒക്കെ മേടിക്കുക, അതിന് പറ്റിയ ഡ്രസ്സുകൾ തന്നെ, ഡ്രസ് കോഡുണ്ട് നമ്മൾ ഹണ്ടിങ്ങിന് പോകുമ്പം. ആ ഡ്രസ്സിനൊക്കെ നല്ല എക്സ്പെൻസാണ്. അപ്പം ഞാൻ ഇത്രയും വർഷമായി, 3-4 വർഷം എടുത്തു ഈ ഓരോരോ സാധനങ്ങൾ കളക്ട്. ആദ്യം ഹണ്ടിങ്ങിൻ്റെ പരീക്ഷ എഴുതി, അത് ഫിനിഷിലാണ്. അത് പാസ്സായതിന് ശേഷം ഗൺ ലൈസൻസിന് അപ്ലൈ ചെയ്തു. ഗൺ ലൈസൻസ് അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആയതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്തു. പിന്നെ വീണ്ടും ഞാൻ സിറ്റിസൺഷിപ്പ് എലിജിബിൾ ആയിരുന്നു, സിറ്റിസൺഷിപ്പ് മാറ്റി, എന്നിട്ട് ഗൺ ലൈസൻസ് എടുത്തു. ഗൺ ലൈസൻസ് എടുത്തതിന് ശേഷം നമുക്ക് ചുമ്മാ ഫോറസ്റ്റിൽ പോയി ഹണ്ട് ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഹണ്ടിങ് ക്ലബ്ബുമായിട്ട് ചേർന്ന് വേണം. അപ്പം ഞാൻ 2 വർഷത്തോളം ഒരു ഹണ്ടിങ് ക്ലബ്ബുമായിട്ട് ചേർന്ന് അവരോട് പോവുകയും ഹണ്ടിങ്ങിൻ്റെ ഇവിടുത്തെ റൂൾസൊക്കെ പഠിക്കുകയും അതിനുശേഷം അവർക്ക് നമ്മൾ മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യും. ഒരു ഹണ്ടിങ് ക്ലബ്ബിൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 വർഷം നമ്മൾ അവരുടെ കൂടെ അവരുടെ റൊട്ടീനൊക്കെ പഠിച്ച്, അതായത് ഓരോ ദിവസവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഹണ്ടിങ് സീസണിൽ അവരോട് കൂടുക, ഹണ്ടിങ് ഇല്ലാത്ത സീസണിൽ ഈ ഷൂട്ടിങ് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ സമ്മറിലൊക്കെ അവിടെ ഷൂട്ടിംഗ് റേഞ്ചിലുണ്ട്, അവിടെ പോയി ഇത് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അവരുടെ ഫോറസ്റ്റിൽ ഈ മൃഗങ്ങളെ ഫീഡ് ചെയ്യുക, വിൻ്ററിൽ ഇവരെ ഫീഡ് ചെയ്യുന്ന മൃഗങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളൊക്കെ അവരുടെ കൂടെ കംപ്ലീറ്റ് ചേർന്ന് കഴിക്കുമ്പോഴാണ് 1 വർഷത്തിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യും അവരുടെ മെമ്പർഷിപ്പ് കിട്ടേണ്ടത്. മെമ്പർഷിപ്പ് അവർ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപ അടുത്താണ് മെമ്പർഷിപ്പ് ഫീസ് ഓരോ ഹണ്ടിങ് ക്ലബിനും. ആ മെമ്പർഷിപ്പ് കൊടുത്ത് പിന്നെ നമ്മളൊരു റിസർവ് മെമ്പറായിട്ട് 1 വർഷം, ആ കാലയളവിൽ നമ്മുടെ ഡിസിപ്ലിൻ ആക്ഷൻ ഒക്കെ അവർ നോക്കും. നമ്മൾ എല്ലാ കാര്യത്തിലും ഇതിനകത്ത് ഇൻട്രസ്റ്റ് ആണോ, അതോ ചുമ്മാ കുറച്ച് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഹണ്ടിങ് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാനോ വേണ്ടിയല്ല, നമ്മളൊരു റെസ്പോൺസിബിൾ ഹണ്ടർ ആണോ എന്നവർ മനസ്സിലാക്കും. അത് മനസ്സിലാക്കി അവർക്ക് ആണെങ്കിൽ മാത്രമേ നമ്മളൊരു ഫുൾ ടൈം മെമ്പർഷിപ്പ്. ഇപ്പോഴാണ് ഞാനൊരു ഫുൾ ടൈം ഞങ്ങളുടെ മെമ്പർഷിപ്പ് ആയത്, ഒരു 3 വർഷം കൊണ്ടാണ്. ഇപ്പോഴും കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എനിക്ക് എന്താ പറയുക, ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് പൊതുവേ ഫോറസ്റ്റിനോടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഇന്ന് തന്നെ ഇപ്പോൾ ഒരു ഫ്രീ ഡേ കിട്ടി, ഇപ്പം ചുമ്മാ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡും കുറച്ച് ഫിഷും ഒക്കെ ആയിട്ട് ഒന്ന് നടക്കാനൊക്കെ പോയി, എന്നിട്ട് ഒരു ഗ്രില്ലൊക്കെ ചെയ്യുന്നു. ഇതാണ് ഫിൻലാൻഡിലെ ഒരു ഹണ്ടിങ് പ്രൊസീജിയറും ഹണ്ടിങ്ങിൻ്റെ വിശേഷങ്ങളും. ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്ന ഹണ്ടിങ്ങിൻ്റെ വീഡിയോസാണ്. അത് പിന്നെ സമ്മറിൽ കൂടുതലായിട്ടും ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു ക്യാരാവൻ ഉണ്ട്, അപ്പം ഞാൻ ആ ക്യാരാവൻ ട്രാവലിംഗ് ഒക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നടന്നു വന്നപ്പോൾ രസകരമായത്, ഇന്നലെ സ്നോഫോൾ വീണ് ഒരു മരത്തിൻ്റെ മണ്ട വരെ അടിപൊളിയായിട്ട് വീണ് കിടക്കുക. നമ്മളിങ്ങനെ നടന്ന് അടുത്ത ഒരു 2 കിലോമീറ്ററോടെ നടന്ന് തിരിച്ചു പോകണം. രാത്രിയിലും പകലും നന്നായിട്ട് 2 ദിവസം അടുപ്പിച്ച് സ്നോ പെയ്യുമ്പോഴാണ് ഈ സ്നോ പെയ്ത ഫോറസ്റ്റിൽ കൂടെ നടക്കും ഇതുപോലെ സൗന്ദര്യം കേട്ടോ. ഒരു കാറ്റ് വന്നാൽ ഇത്രയും സൗന്ദര്യം ഇല്ല, കാരണം ഇതെല്ലാം പൊഴിഞ്ഞ് താഴോട്ട് വീണ് എല്ലാം നിരത്തുന്നു. ഇതിപ്പോൾ നല്ല കട്ടിയിൽ ഇച്ചിരി സ്ലിപ്പറിയാണ്, നമ്മൾ സൂക്ഷിച്ചിറങ്ങണം. ഞാനിവിടെ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇറങ്ങുമ്പം തെന്നി വീഴാതെയും കൂടെ നോക്കണം. പിള്ളേരെയും കൊണ്ടൊക്കെ വന്നാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഹോളിഡേയ്സ് കസിൻസൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് പറയും, സാധാരണ അവരൊക്കെ സമ്മറിലാണ് വരുന്നത്, അവരെ ഈ ഫോറസ്റ്റിലൊക്കെയാണ് നടക്കാനൊക്കെ കൊണ്ടുപോകണേ. ഞാൻ അവരോട് പറയാറുണ്ട്, ഇനി ഒരിക്കലെങ്കിലും ഇനി വിൻ്ററിൽ വരണം, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടിയിട്ട്. നല്ല അടിപൊളി ഫോറസ്റ്റ് ട്രെയിൽ. നമ്മളിതാ ആ മേളിൽ നിന്ന് ഇങ്ങനെ നടന്ന് ഇനി മുമ്പോട്ട് കുറേ ഇതുപോലെ ഫോറസ്റ്റിന് നല്ല തിക്ക് ഫോറസ്റ്റ്. പിന്നെ ഇന്നലെ രാത്രിയിൽ നല്ല സ്നോഫോളും ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല രസം ഇതിൽ നടക്കാൻ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടൊരു 1-2 കിലോമീറ്റർ ഇതുപോലെ തന്നെയുള്ള ട്രെയിലും കൂടെയാണ്. അപ്പോൾ നമ്മൾ ഫിൻലാൻഡിൻ്റെ സൗന്ദര്യം ഇതൊക്കെ തന്നെയാണ്. വലിയ അങ്ങനെ ആനകുതിരയൊന്നും ഇല്ലെങ്കിലും ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് തോന്നുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും.